എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സുമറുവെ കാണിക്കുന്നു. അവനാവട്ടെ സ്റ്റാർ വില്ലേജിലെത്തി ആ ഒരു സ്റ്റാർ ഇരിക്കുന്ന മാൻഷന്റെ ഉള്ളിലേക്ക് തന്നെ ഇപ്പൊ കയറി ചെല്ലും. അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഹൊഗൂട്ടോയും കുട്ടപ്പനും ടീംസും എല്ലാവരും സ്റ്റാർ വില്ലേജിലേക്ക് വരും. ഇവിടെ സുമറു ആ ഒരു മാൻഷന്റെ അകത്ത് കയറുമ്പോ ചേതനയേറ്റ് കിടക്കുന്ന അവന്റെ അമ്മയായിരിക്കും അവൻ കാണുക. അവൻ പതിയെ അമ്മയെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തിയിട്ട് ഒരുപാട് കൊല്ലം അമ്മയും അച്ഛനെയും കാണാതെയാണ് ഒരനാഥനായി ഞാൻ ജീവിച്ചത്. പക്ഷെ ഇപ്പോഴെങ്കിലും എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. അപ്പോഴായിരിക്കും മരിക്കുന്നതിന് മുൻപ് അവൻ്റെ അമ്മ തറയിൽ എഴുതി വെച്ച കാര്യം അവൻ ശ്രദ്ധിക്കുക. അതേസമയം പുറത്താവട്ടെ അക്കഘോഷിയുടെ ആജ്ഞ പ്രകാരം ഇപ്പൊ ഗ്രാമത്തിലുള്ള എല്ലാവരും സുമറുവെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം പുറത്തു നിന്ന് ഇപ്പൊ കുട്ടപ്പൻ നോക്കുമ്പോ ആ ഒരു മാൻഷന് ചുറ്റും ഗ്രാമത്തിലുള്ള എല്ലാവരും ഇപ്പൊ വളഞ്ഞു നിൽക്കുന്നതായിട്ട് അവൻ കാണും. കുട്ടപ്പന് മനസ്സിലാവും ആ ഒരു വില്ലൻ ഹൊക്കാഗയുടെ ആജ്ഞ പ്രകാരം ഇപ്പൊ എല്ലാവരും സുമറുവെ കൊല്ലാനാണ് അവിടെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നതെന്ന്. ഞാൻ പോയിട്ട് സുമറുവെ രക്ഷിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നെജിയാവട്ടെ അവനെ പിടിച്ചു വെക്കും. ഇപ്പൊ നമ്മൾ ഇടപെട്ട അത് തീർച്ചയായിട്ടും വലിയ പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് കാര്യമായിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്യണം. കാരണം അക്കഘോഷി ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഇപ്പൊ കയ്യിലെടുത്തിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പൊ നെജിയാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മാൻഷൻ അത് ചെക്ക് ചെയ്യും. മരിച്ചു കിടക്കുന്ന സുമറുവിന്റെ അമ്മയും അതിനടുത്തിരുന്ന് കരയുന്ന നമ്മുടെ സുമറുവേയും. അപ്പൊ പുറത്തു നിൽക്കുന്ന നമ്മുടെ വില്ലന്മാര് പറയും, നമുക്കവനെ വളരെ സിമ്പിളായിട്ട് കൊന്നാ പോരെ, അതിന് ഇത്രയും പേരെയൊക്കെ ആവശ്യമുണ്ടോന്ന് അവര് പരസ്പരം ചോദിക്കും. മാത്രമല്ല അവൻ മാത്രമാണ് നമ്മുടെ ഗ്രാമത്തിലുള്ള ഏക ഗനിയൻ. അവനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ വില്ലൻ ഹൊക്കാഗ പറയും അവൻ റോഡ് നിഞ്ചയാണ്. മാത്രമല്ല നമുക്ക് ട്രെയിനിങ് കൊടുത്ത് ഇനിയും ഒരുപാട് പേരെ അവനേക്കാൾ പവർഫുൾ ആക്കി മാറ്റാം. കുട്ടപ്പന് കലി സഹിക്കാതെ ഞാൻ ഒന്നുപോയി ആ ഹൊക്കാഗയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്ത് ഓടി വരാം. അതിന് നെജി അവന്റെ കൈയെ പിടിച്ച് വലിച്ചിട്ട് അതൊന്നും വേണ്ട, ഇപ്പം നമ്മൾ ഇടപെട്ടാൽ അത് തീർച്ചയായിട്ടും രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാറും. ടെൻഷൻ ആവട്ടെ ഇപ്പൊ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലേ, നമ്മളിങ്ങനെ നോക്കിയിരുന്ന എന്തെങ്കിലും നടക്കുമെന്ന് ലീഡ് എടുത്ത് ചോദിക്കും. അതിന് ലീ പറയും ആ ഒരു ഹൊക്കാഗെ അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാല് ഇടിച്ചു പിഴിഞ്ഞ് ജ്യൂസാക്കി ഞാനത് അപ്പാടെ കുടിക്കും. ഇവിടെ വില്ലന്മാര് ആ ഒരു തീ അമ്പുകള് ഇപ്പൊ മാൻഷന്റെ മേലേക്ക് എയ്തു വിടും. ഇവിടെ സുമറു ആവട്ടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. അവന്റെ കണ്ണീര് അതങ്ങനെ താഴേക്ക് പോയി അമ്മ എഴുതി വെച്ച ആ ഒരു ലെറ്ററിൽ വീഴും. അത് കളറ് മാറി ഇപ്പൊ തിളങ്ങാൻ തുടങ്ങുമ്പോ അവനാവട്ടെ അത് ശ്രദ്ധിക്കില്ല. എന്റെ അമ്മയെ കൊന്നു കളഞ്ഞവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അലറാൻ തുടങ്ങും. അപ്പൊ അതേ സമയം ആ ഒരു തീ ആളിപ്പടർന്ന് ആ മാൻഷൻ തന്നെ ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതുകൊണ്ട് വില്ലന് ഒരുപാട് സന്തോഷമായിട്ട് അങ്ങനെ ഒരു വിധത്തില് അമ്മയും മോനെയും ഞാൻ കൊന്നു തള്ളിന്ന് പറയും. ആ ഒരു സീൻ കാണുമ്പോ തന്നെ ഇപ്പൊ കുട്ടപ്പന് ഒരുപാട് സങ്കടമായി. ആദ്യമായിട്ട് സമുറയെ കണ്ടത്, അവനോട് സംസാരിച്ചത്, കൂട്ടുകൂടിയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓർത്തെടുക്കും. ഹൊഗൂട്ടോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ ഓടി വന്ന് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് നോക്കും. അതിന് ഹൊഗൂട്ട തിരിഞ്ഞു നിന്ന് ഈ ഒരു സ്റ്റാർ പ്രാക്ടീസ് ചെയ്താല് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മരിച്ചു പോകും, അത് തടയാനാണ് സമുറയും അവന്റെ അമ്മയും ശ്രമിച്ചത്, അവരെ തന്നെ നിങ്ങളിപ്പോൾ കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഗ്രാമത്തിലുള്ള ആൾക്കാര് അത് കേട്ട് കൺഫ്യൂസ്ഡ് ആയി ഇപ്പൊ പരസ്പരം എന്തൊക്കെയോ ചോദിക്കാൻ തുടങ്ങും. ഒടുവിൽ വില്ലൻ ഹൊക്കാഗയോട് തന്നെ അത് ചോദിക്കുമ്പോ പക്ഷെ അവൻ കാഷ്വൽ ആയിട്ട് പറയും, നിങ്ങൾ ഇത്ര വിഡ്ഢികളാണോ, അവളൊരു ചെറിയ കുട്ടിയല്ലേ, അവള് ബുദ്ധിയില്ലാതെ പറയുന്നതാണ്. ഈ സ്റ്റാർ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും പവർ കിട്ടി നമ്മുടെ ഗ്രാമം തന്നെ ഡെവലപ്പ് ആവുകയുള്ളൂ. ആർക്കൊക്കെയാണ് നമ്മുടെ ഗ്രാമത്തിന് ഇഷ്ടമുള്ളവര് അവര് തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു ഷിനോബിയായി തീരും. അത് കേട്ട് വീണ്ടും ഇപ്പൊ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അക്കഘോഷി പറഞ്ഞതാണോ സത്യം അതോ ഹൊഗൂട്ടോ പറഞ്ഞതാണോ സത്യം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവര് പരസ്പരം വീണ്ടും പെറുപെറുക്കാൻ തുടങ്ങും. ഇതെല്ലാം കേട്ട് ഇപ്പൊ മിസൂറ ഒരു വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് വരും. അവള് പറയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങള് എനിക്ക് പറയാനുണ്ട്. അത് കേട്ട് ആ വില്ലന് ടെൻഷനായിട്ട് അവന് ദേഷ്യം കയറി വരും. അവന്റെ ഷർട്ട് അഴിച്ചിട്ട് ഞാൻ ആ സ്റ്റാർ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് എനിക്കിപ്പോ ചക്ര ഫ്ലോ ഓവറായി ഇപ്പൊ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ ഒരു ചക്ര പ്രാക്ടീസ് ആരൊക്കെ ചെയ്യുന്നോ അവർക്കെല്ലാം ഇതേ ഗതി തന്നെ വരുന്നു പറഞ്ഞ് അവൻ താഴേക്ക് വീഴും. അപ്പൊ കറക്റ്റായിട്ട് ഹൊഗൂട്ടോ അവനെ താങ്ങി നിർത്തും. അത് കാണുമ്പോ ഇപ്പൊ ഗ്രാമത്തിലുള്ള എല്ലാവരും ഷോക്കായിട്ട് ഒരു നിമിഷം അത് നോക്കി നിൽക്കും. അപ്പൊ ജനങ്ങൾക്ക് ഏകദേശം
കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അവര് പരസ്പരം പറയും, കുട്ടികൾ പറയുന്നതിൽ കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് തേർഡ് ഹൊക്കാകെ ഈ ഒരു പ്രാക്ടീസ് അന്ന് നിർത്തിവെച്ചത്. അതിന് വില്ലൻ തറപ്പിച്ചു പറയും, ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമം നശിച്ചു പോവും. നിങ്ങൾ ഇങ്ങനെ ഒരു പേടിത്തൂറികളാവാൻ പാടില്ല. ഈ ഗ്രാമത്തിനെതിരായി ആര് ശബ്ദിച്ചാലും അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വില്ലൻ അമ്പെടുത്ത് ഇപ്പൊ മിസൂറായെ കൊല്ലാൻ ശ്രമിക്കും. ജനങ്ങളെല്ലാവരും വേണ്ട വേണ്ട ഒന്നും ചെയ്യരുത് എന്ന് പറയുമെങ്കിലും വില്ലനാവട്ടെ അവൻ കറക്റ്റായിട്ട് ഇപ്പൊ എയിം ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് ഒഗൂട്ടോ ആവട്ടെ അവന്റെ മുൻപിൽ കയറി ഇപ്പൊ നെഞ്ചും വിരിച്ചു നിൽക്കും. അവന് മുൻപില് ഇപ്പൊ വേറൊരുത്തൻ കയറി നിൽക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ മുൻപില് അങ്ങനെ കയറി നിൽക്കും. അതുകൊണ്ട് വില്ലൻ വിളിച്ചു പറയും, ഇവരെല്ലാവരും ഈ ഗ്രാമത്തിന് ദ്രോഹം ചെയ്തു, ഇവരെ അടിച്ചു കൊല്ലുമെന്ന് അവൻ വിളിച്ചു കാറുമ്പോ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇപ്പൊ അത് തടയും. മാത്രമല്ല അത്രയും നാള് അവന്റെ കൂടെ നിന്ന 2 ശിങ്കടികൾ പോലും വില്ലന്റെ അടുത്ത് ഇതൊരിക്കലും ചെയ്യരുതെന്ന് വാൺ ചെയ്യും. വില്ലൻ ഒരുപാട് വിഷമത്തോടുകൂടെ ഇപ്പൊ തലകുനിച്ച് നടന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ആരംഭിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തേർഡ് ഹൊക്കാഗയോട് ഈ ഒരു പ്രാക്ടീസ് അത് വീണ്ടും ആരംഭിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് അവിടെ വെച്ച് നമ്മുടെ തേർഡ് ഹൊക്കാഗയെ ഞാനും എന്റെ ശിങ്കടികളും ചേർന്ന് കൊന്നു തള്ളി. അത് കേട്ട് ജനങ്ങൾ ഞെട്ടും. അവരാവട്ടെ ഷോക്കായിട്ട് ഇപ്പൊ ഹൊക്കാഗയ്ക്ക് നേരെ തിരിയാൻ ആരംഭിക്കും. ആ 2 ശിങ്കടികള് അവര് മുങ്ങാൻ നോക്കുമ്പോ അങ്ങനെ അവർ ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പോഴാണ് ജനങ്ങൾക്ക് സത്യമെല്ലാം മനസ്സിലാവുക. അവരുടൻ തന്നെ പറയും, ഇന്നു മുതൽ ഇവൻ നമ്മുടെ ഹൊക്കാഗയല്ല, മാത്രമല്ല ഇനി ഒരിക്കലും ഈ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്താൻ നമ്മൾ അനുവദിക്കരുത്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളും വർക്ക് ചെയ്യണം. വില്ലൻ ഉടൻ തന്നെ ഒരമ്പെടുത്ത് മിസോറയ്ക്ക് നേരെ എയ്യുമ്പോ അവന്റെ മുൻപില് ഇപ്പൊ ഹൊഗൂട്ടോ കയറി നിന്ന് അമ്പ് കൊണ്ട് അവൻ താഴേക്ക് വീഴും. അത് കണ്ട് ജനങ്ങളെല്ലാം തന്നെ ഇപ്പൊ ആർത്തൊലച്ച് വില്ലന് നേരെ പാഞ്ഞടുക്കും. അപ്പൊ വില്ലൻ ആ ഒരു സ്റ്റാർ പുറത്തെടുത്ത്, ഇനി നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എന്റെ പവർ അതെന്താണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനാവട്ടെ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അവൻ ആ സ്റ്റാർ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചത്ത് അങ്ങനെ തന്നെ അമർത്തും. വേദന എടുത്ത് അവൻ അലറുമെങ്കിലും ആ ഒരു സ്റ്റാർ അവന്റെ നെഞ്ചില് അങ്ങനെ തന്നെ പതിയും. ആ സ്റ്റാറിന്റെ മുഴുവൻ പവറും ഇപ്പൊ അവന് കിട്ടുമ്പോ അവൻ പറയും, ഇന്നു മുതൽ ഞാനാണ് ഈ ഗ്രാമത്തിന്റെ 4th ഹൊക്കാഗെ. ആ ഒരു സ്റ്റാറിന്റെ പവർ അത് കൂടിക്കൂടി അവന്റെ ചക്ര നെറ്റ്വർക്കിൽ നിന്ന് വളരെ അധികമായിട്ട് ഇപ്പൊ ചക്ര പവർ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെടുമ്പോ നെജി ആവട്ടെ അവന്റെ വ്യാഹു കണ്ണുവെച്ച് വില്ലനെ സ്കാൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവന് മനസ്സിലാവും ആ ഒരു സ്റ്റാറിന്റെ പവർ ഇപ്പൊ അളവിൽ കൂടുതലായിട്ട് അവന്റെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞുവെന്ന്. ഇങ്ങനെ പോയാൽ അത് തീർച്ചയായിട്ടും വലിയ അപകടമാണ്. അവൻ അങ്ങനെ തന്നെ ഇപ്പൊ വലിയൊരു മോൺസ്റ്റർ ആയി മാറി ആദ്യം അവന്റെ ആളുകളെ തന്നെ അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. എന്നിട്ട് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തെറിപ്പിച്ച് ബോധം കെടുത്തി അവരങ്ങനെ താഴത്തേക്കിടും. പിന്നീട് അവൻ തിരിഞ്ഞും മറിഞ്ഞും നോക്കുമ്പോ നമ്മുടെ ആൾക്കാര് അവിടെ ഹായ് ആയിട്ട് നിൽക്കുന്ന കാണും. അവൻ ചിരിക്കും. അവൻ കാഷ്വലായിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് വില്ലൻ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ ദശ തിരിപ്പിച്ച് വളരെ കൂളായിട്ട് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അടിച്ച് ചമ്മന്തിയാക്കും. പക്ഷെ കുട്ടപ്പൻ അവൻ എത്ര കിട്ടിയിട്ടും പഠിക്കാതെ ഞാൻ ഇപ്പോഴെങ്കിലും അവന്റെ ചന്തിക്ക് പോയി ഒരു തൊഴിയെങ്കിലും കൊടുത്തോട്ടെ എന്ന് ഇപ്പൊ നെജിയുടെ അടുത്ത് കുട്ടപ്പൻ ചോദിക്കും. സാഹി കെട്ടി നെജി പറയും, നീ എന്തെങ്കിലും കാണിക്കേ, അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്ന്. വില്ലൻ ഹൊഗൂട്ടോയെയും മിസോറയും അടിച്ചു കൊല്ലാൻ പോകുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസുകളുമായിട്ട് ചാടി വില്ലന്റെ നേർക്ക് തന്നെ ഇപ്പൊ പാഞ്ഞടുക്കും. പക്ഷെ അവൻ കാഷ്വലായിട്ട് അവന്റെ ഡ്രാഗണെ ഉപയോഗിച്ച് എല്ലാ കുട്ടപ്പന്മാരെയും ഇപ്പൊ അറഞ്ചം പുറഞ്ചം എവിടേക്കോ തട്ടിത്തെറിപ്പിക്കും. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും ഇവൻ എങ്ങനെ വിട്ടാ അത് ശരിയാവില്ല. കുട്ടപ്പൻ കയ്യില് ഇപ്പൊ റസൻ ഗൺ പവർ എടുത്ത് റെഡിയായിട്ട് വില്ലനെ നോക്കി നിൽക്കും. പക്ഷെ വില്ലൻ തിരിഞ്ഞിട്ട് ആ ഒരു റസൻ ഗൺ ടെക്നിക്ക് തന്നെ ഇപ്പൊ തട്ടിത്തെറിപ്പിച്ച് കുട്ടപ്പനെ തല്ലിക്കൊന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് നട്സുഗയുടെ ആത്മാവാവട്ടെ ഇപ്പൊ സമുറയെ എടുത്തോണ്ട് പുറത്തേക്ക് ഹായ് ആയിട്ട് വരും. അതുകൊണ്ട് വില്ലൻ ഞെട്ടിയിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നാലോചിച്ച് നിൽക്കും. ആക്ച്വലി അവൾ മരിക്കുന്ന സമയത്ത് അവളുടെ ബ്ലഡ് കൊണ്ട് എഴുതിയ ആ ഒരു ലെറ്ററിൽ സമുറയുടെ ബ്ലഡ് വീണ് അതിലൂടെയാണ് അവളുടെ ആത്മാവിന് പവർ കിട്ടിയത്. അവൻ വീണ്ടും ബീസ്റ്റിനെ എടുത്ത് അവളെ അടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ആത്മാവ് മുഴുവൻ പവറായിട്ട് നിൽക്കുന്ന അവൾക്കൊരു ശരീരത്തിന്റെ ആവശ്യമില്ല എന്നവൻ തിരിച്ചറിയില്ല. ആ ഒരു ബീസ്റ്റ് അവളുടെ തൊട്ടടുത്തെത്തുമ്പോ അവളുടെ പവർ അങ്ങനെ തന്നെ ആ ഒരു ബീസ്റ്റിനെയും വില്ലനെയും ഇടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. അവള് സമുറയെ താഴെ ഇറക്കി നമ്മുടെ കുട്ടപ്പനെ തൂക്കി അങ്ങോട്ട് എടുക്കും. കുട്ടപ്പൻ റസൻ ഗൺ പവർ എടുത്തോണ്ട് ഈ പേരിലൂടെ ചാടി വന്ന് വില്ലന്റെ ക്ലോസ് എത്തിയ ഉടൻ തന്നെ
അവൻ ആ റെസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞൊരു അടി അങ്ങോട്ട് കൊടുക്കും. അതിൽ ആ സ്റ്റാർ തന്നെ പൊട്ടി അങ്ങോട്ട് തെറിച്ച് വില്ലന്റെ കഥ തീരും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജ്. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങളോട് ആ ഒരു സ്റ്റാർ അത് കാത്തു പരിപാലിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളത് തകർത്ത് കളഞ്ഞു. നിങ്ങൾ കാരണം ഇപ്പൊ ഈ ഒരു മിഷനും ഫെയിലായി. അതിന് കുട്ടപ്പൻ പറയും ഇതെല്ലാം തന്നെ എന്റെ മിസ്റ്റേക്കാണ്. അത് കേട്ട് നെജി പറയും അവനല്ല, എന്റെ ഭാഗത്താണ് തെറ്റ്. കൂടെ ലീയും ടെൻറ്റണും പറയും അവർ രണ്ടുപേരുമല്ല, ഞങ്ങളാണ് ഇതിന് കാരണക്കാര്. ഇവരുടെ എല്ലാം മൊഴി കേട്ട് ഇപ്പൊ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ തല വേനിച്ചിരിക്കും. ഹൊക്കാഗെ പറയും കുഴപ്പമില്ല, ഇതൊക്കെ സർവ്വസാധാരണമാണ്. മാത്രമല്ല നിങ്ങൾ ആ സ്റ്റാർ നശിപ്പിച്ചതിന് സ്റ്റാർ വില്ലേജിൽ നിന്ന് യാതൊരു കംപ്ലൈന്റും വന്നിട്ടില്ല. കുട്ടപ്പൻ പറയും ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണക്കാരൻ നമ്മുടെ ക്ലയന്റും ആ ഒരു ഗ്രാമത്തിലെ ഹൊക്കാഗെ ആയിട്ടുള്ള അക്കഘോഷി തന്നെയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അസിസ്റ്റന്റ് ആന്റി അവിടേക്ക് വന്നു പറയും ആ ഒരു സ്റ്റാർ വില്ലേജിലെ ഗനിയന് അവന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ രക്ഷിക്കാൻ കഴിയും. മാത്രമല്ല മിസൂറയും ഓക്കെ ആണെന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ഒരുപാട് ഹാപ്പിയായി ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അപ്പൊ സമുറ ഇപ്പോ നൈസായിട്ട് കുട്ടപ്പനെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങും. ആ സ്റ്റാറിന്റെ പവർ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പ്രാക്ടീസ് ചെയ്ത് വലിയൊരു ഹൊക്കാഗെ തീരും. അതിന് കുട്ടപ്പൻ പറയും നീ മാത്രമല്ല ഞാനും എന്തായാലും ഒരു പവർഫുൾ ഹൊക്കാഗെയായി മാറുന്നു പറഞ്ഞ് അവര് രണ്ടുപേരും കലിപ്പടിച്ച് പരസ്പരം നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.